ഗർഭിണികളും കുട്ടികളും പ്രായമായ ആളുകളും ഈ വീഡിയോ കാണുന്നതിനെ ഞാൻ വിലക്കുന്നില്ല. പക്ഷേ അവനവൻ്റെ റിസ്കിൽ മാത്രം കാണുക. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം തന്നെയാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. എന്തിനായിരിക്കും ഈ സിനിമയ്ക്ക് ബെസ്റ്റി എന്നവർ പേരിട്ടിട്ടുണ്ടാവുക? മനോരമ മാക്സിൽ അവൈലബിൾ ആയ ബെസ്റ്റി എന്ന സിനിമ ഞാൻ മനോരമ മാക്സിൽ തന്നെ കണ്ടു. ലിങ്ക് കൊടുക്കുന്നില്ല. ഈ സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററിൽ ഇറങ്ങിയതാണ്. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പലവിധ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കറങ്ങിപ്പോയതാണ്. അപ്പോൾ ആ സിനിമ ഒരു കാര്യവുമില്ലാതെ ഞാൻ മനോരമ മാക്സിൽ കണ്ടു. നമ്മളിപ്പോൾ ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുക. ഇതൊരു റിവ്യൂ അല്ല. അതുകൊണ്ട് തന്നെ സ്പോയിലർ ഫ്രീ കണ്ടൻറ്റ് എന്നതിനെക്കുറിച്ച് വിചാരിക്കരുത്. സിനിമയുടെ മർമ്മപ്രധാനമായ പല ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ച് തന്നെയാണ് പോവുക. സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. മനോരമ മാക്സിൽ പോയി ഈ സിനിമ തപ്പിയെടുത്ത് കാണുക. കണ്ടതിന് ശേഷം ഉറപ്പായും നിങ്ങൾ ഇങ്ങോട്ട് വരും. ഷാനു സമദ് സമർത്ഥമായി തിരക്കഥ എഴുതി ഉണ്ടാക്കിയ, സംവിധാനം നിർവഹിച്ചിട്ടുള്ള സിനിമയാണ് ബെസ്റ്റി. പൊന്നാനി അസീസിന്റെ വകയാണ് ഈ സിനിമയുടെ കഥ. ജിജു സണ്ണി DOP ചെയ്തിട്ടുണ്ട്. ജോൺ കുട്ടി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സംഗീത സംവിധായകരുടെ പേരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ ലിസ്റ്റ് തന്നെ കാണാനുണ്ട്. ഔസേപ്പച്ചനുണ്ട്, അൻവർ അമനുണ്ട്, മൊഹസിൻ ഗുരുക്കളുണ്ട്, അഷ്റഫ് മഞ്ചേരിയുണ്ട്, ശുഭം ശുക്ലയുണ്ട്. BGM ഔസേപ്പച്ചനാണ്. ഇത്രയും പേര് ചേർന്ന് പാട്ടുകൾ ഒരുക്കിയിട്ടുള്ള ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇവരിതൊരു ആൽബമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും കുറച്ച് സമയം കൊണ്ട് നമുക്കിത് കണ്ടു തീർക്കാമായിരുന്നു എന്നുള്ളതാണ്. മനോരമ മാക്സിൽ 1.5x 2x ഒക്കെ ഉണ്ട് കേട്ടോ വെബിൽ കാണുമ്പോൾ. അത് ഈ നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ് എന്നേ ഞാൻ പറയുള്ളൂ. നെപ്പോട്ടിസമാണ് ഈ സിനിമയുടെ ഒരു വലിയ കാതൽ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ കുടുംബത്തിൽ നിന്ന് അഷ്കർ സൗദാൻ ഉണ്ട്, സിദ്ദിഖിന്റെ മകനായ ഷഹീൻ സിദ്ദിഖ് ഉണ്ട്, അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. അഷ്കർ സൗദാൻ നായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് റമീസ് എന്നാണ്. സിനിമയുടെ പകുതി ആവുമ്പോഴേ ആ പേര് നമ്മൾ കേട്ടു തുടങ്ങുന്നുള്ളൂ. ആദ്യമേ നമ്മൾ കാണുന്നത് ഫൈസി എന്ന ഷഹീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ഷാഹിന എന്ന സാക്ഷി അഗർവാൾ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രം. ഇവർ രണ്ടുപേരുമാണ് കല്യാണം കഴിക്കുന്നത്. ആദ്യം നമുക്ക് സിനിമ എങ്ങനെയാണ് ഞാൻ കണ്ടു തുടങ്ങിയെന്നുള്ളത് പറയാം. പടം പ്ലേ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. നല്ല കാര്യം, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. പക്ഷേ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള സകലമാന സാധനങ്ങളും സിനിമയുടെ തുടക്കത്തിൽ കേൾപ്പിക്കണമെന്ന് വാശി പിടിക്കാൻ പാടുണ്ടോ? സിനിമ തുടങ്ങുന്നത് തന്നെ വളരെ ഔട്ട്ഡേറ്റഡ് ആയ ഒരു മാപ്പിളപ്പാട്ട് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടാണ്. കറക്റ്റ് ഒരു ആൽബം സോങ് ഒക്കെ കാണുന്ന ആ ഒരു വൈബിൽ അങ്ങനെ തന്നെയാണ് അത് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് മലബാർ പലഹാരങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ട്. എല്ലാവരും കയ്യിന്നിട്ട് അഭിനയിച്ച് വളരെയധികം ഓവറാക്കിയിട്ടുള്ള ആ പാട്ടുരംഗത്തിൽ ഒരു പെൺകുട്ടി മെയിനായിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരി ആയിരിക്കും നായിക എന്നുള്ളത്. എന്തായാലും ആ പാട്ടിൻ്റെ വരികളൊക്കെ ഭയങ്കര രസമാണ്. നെയ് പത്തിരി പത്തിരി അമ്മായി ചുട്ടത് അസ്നേഹപ്പത്തിരി എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള വരി കേട്ട് 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 തഴമ്പിച്ച് ഒരു ചെവി കൂടി കയറി മറ്റേ ചെവി കൂടി പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കഴിയുമ്പോഴേക്കും പടം തുടങ്ങുകയാണ്. സിനിമയുടെ തുടക്കമായിട്ട് ആദ്യം നമ്മൾ ഈ പാട്ട് കണ്ടില്ലേ, പിന്നെ നമ്മൾ കാണുന്ന ഒരു പെൺകുട്ടി ആരുമില്ലാത്ത ഏതോ ഒരു നാട്ടിൽ ഏതോ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ആദ്യം തന്നെ ദുരന്തമാണല്ലോ എന്ന്. കഴിഞ്ഞിട്ടില്ല. ആ മരിപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത സീനിൽ വീണ്ടും ഒരു പാട്ടാണ്. അതൊരു കല്യാണ പാട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു സിനിമ ഈ ഒരു മോഡിലായിരിക്കുമോ പോകുന്നുണ്ടാവുക. എന്തായാലും ആ കല്യാണ പാട്ടിലാണ് ഷാഹിനയും ഫൈസയും തമ്മിൽ വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരും ആടി പാടി ആഘോഷമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടും ചിത്രീകരണമൊക്കെ നമ്മൾ കാണും. ഇവരുടെ കല്യാണപ്പാട്ട് കഴിഞ്ഞ് ഇവർ കല്യാണം കഴിച്ചു അടിപൊളിയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിച്ച് ആഘോഷമാക്കിയിട്ട് അത് പാസ്സാക്കി കഴിയുമ്പോൾ തൊട്ടടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നിർമ്മൽ പാലാഴി. അദ്ദേഹം ഒരു കയറൊക്കെ കുരുക്കിട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അവൾ എന്നെ ചതിച്ചു പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഈ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്ത പെൺകുട്ടി പറ്റിച്ചു എന്നാണോ അതോ കല്യാണം കഴിച്ച പെൺകുട്ടി പറ്റിച്ചു എന്നാണോ എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. എന്തായാലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറ് കുരുക്ക് പൊട്ടി താഴെ വീണ് കഴിയുമ്പോൾ അതിൽ കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. ആൾക്കാർ ആക്ഷൻ പറഞ്ഞപ്പോഴേക്കും ജനലിൻ്റെ സൈഡിൽ കൂടി നമ്മൾ കാണുന്നത് ആക്ഷൻ പറഞ്ഞപ്പോൾ ഓടി വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആൾക്കൂട്ടമാണ്. അവരെ നോക്കി നിർമ്മൽ പാലാഴി ചിരി വരാത്ത കുറേ കൗണ്ടറുകളൊക്കെ പറയും. അപ്പോൾ ഈ നിർമ്മൽ പാലാഴിയുടെ ഈ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് സാബു എന്നാണ്. ഈ സാബുവിനെ കുറിച്ച് ചായക്കടയിലിരിക്കുന്ന കുറേ ആളുകൾ കുറേ കോമഡിയൊക്കെ പറയും. നമ്മളത് കേട്ട് ചിരിക്കുമെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഈ സാബുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ ഏത് പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോയാലും ഓളെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പം കയറി തൂങ്ങും. ഇതിനെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്: ഈ പെട്രോള് ബാരലിന് വില കുറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ പെട്രോളിൻ്റെ വില കുറയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ പ്രതിഷേധം നടത്തിയവനാണ് അവൻ. അങ്ങനെ ഒരു പ്രത്യേകതരം കഥാപാത്രമായിട്ടാണ് ഇവർ ഈ സാബുവിനെ വരച്ച് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് കല്യാണം കഴിഞ്ഞ ഫൈസിയെയും ഷാഹിനെയുമാണ്. അപ്പോൾ ഫൈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അവനെ നമ്മൾ കാണുമ്പോൾ അവൻ കാറി
കയറി പോകും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. എന്നാലും അവന് ഭയങ്കര തിരക്കാണ്. ഭാര്യ വന്നിട്ട് പറയും, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയില്ലേ, നമുക്കൊരു ഹണിമൂണിനൊക്കെ പോകണ്ടേ. അപ്പോൾ അവന് സമയമില്ല. എടോ എനിക്ക് സമയമില്ലടോ, മാക്സിമം പോയാൽ ഒരൊറ്റ നൈറ്റ് ഞാൻ മാറ്റി വെക്കാം, അതിനുള്ളിൽ എന്ത് പരിപാടി വേണമെങ്കിലും ആയിക്കോന്ന്. ഏത് ഹണിമൂണിന് പോണ കാര്യം ചോദിച്ചപ്പോഴാണ് ഇവനിത് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ സമയം കിട്ടിയത് തന്നെ നന്നായി എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു അവതരണമൊക്കെയാണ്. അത് കഴിയുമ്പോഴാണ് സുധീർ കരമന അവതരിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന അമ്മാവനെ നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഫൈസി എന്ന് പറയുന്ന ക്യാരക്ടറിന് അച്ഛനും അമ്മയും ഉണ്ട്, ഷാഹിന എന്ന് പറയുന്ന കഥാപാത്രത്തിനും അച്ഛനും അമ്മയുണ്ട്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഡോസായിട്ടാണ് സുധീർ കരമന അവതരിപ്പിക്കുന്ന അമ്മാവനുള്ളത്. ഈ അമ്മാവൻ്റെ കോമഡി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിരിച്ച് ചാവും. ഒരു കടയിൽ ചെന്നിട്ട് അയ്യോ മോനെ ഞാൻ പേഴ്സ് എടുത്തില്ല എന്ന് പറയുമ്പോൾ കടയിലെ ആൾ പറയും അത് സാരമില്ല ഗൂഗിൾ പേ ചെയ്താൽ മതി. അപ്പോൾ ഉടനെ അപ്പുറത്തിരിക്കുന്ന വേറൊരാൾ വിളിച്ചു പറഞ്ഞിട്ട് എടാ ഈ എൻ്റെ പൈസ കൊടുത്തേക്കണേ, കാരണം ഞാൻ ഗൂഗിൾ പേ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു എന്ന് നമ്മൾ ചിരിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ കൂടെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഹണിമൂൺ പോകാനാണെങ്കിൽ പറ്റിയൊരു സ്ഥലമുണ്ട്. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി കുറേ നേരം ഇരുന്ന് ആലോചിക്കുക. അവസാനം സ്ഥലത്തിൻ്റെ പേര് കിട്ടി, പിക്നിക്കിന് പോയാൽ മതി, അടിപൊളിയാണെന്ന്. അങ്ങനെ ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫൈസിയോട് ഈ ഭാര്യ വീട്ടുകാർ ചോദിക്കും, മോനെ നിനക്ക് ഏത് ദിവസം ഫ്രീ ആയിട്ടുള്ളത്, നമുക്ക് അടുത്ത ശനിയാഴ്ച ഹണിമൂൺ പ്ലാൻ ചെയ്താലോ. അയ്യോ അടുത്ത ശനിയാഴ്ച എനിക്ക് പറ്റില്ല, വല്യമ്മേൻ്റെ ആണ്ടാണെന്ന് പറയും. ശരി എന്നാൽ അതിൻ്റെ അടുത്ത ശനിയാഴ്ച ആയാലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് പറ്റില്ല, വല്യപ്പാൻ്റെ ആണ്ടാണ്, രണ്ടുപേരും ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ വേദന കൊണ്ട് മരിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര ചിരി. അപ്പോഴാണ് സുധീർ കരമന അടുത്ത ചോദ്യം ചോദിക്കുന്നത്, നിൻ്റെ ഉപ്പാൻ്റെ ആണ്ട് വല്ലതും വരുന്നുണ്ടോ എന്ന്. എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നടത്തിയാൽ പുള്ളിക്ക് കൂടി ആ ആണ്ട് കൂടാലോ എന്ന് പറഞ്ഞ് ഇവർ ചിരിയോട് ചിരി. എന്തായാലും ഭാര്യ വീട്ടുകാരുടെ ചർച്ച എങ്ങും എത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഷാഹിന ഫൈസിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, എൻ്റെ ഫ്രണ്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒറ്റ നൈറ്റ് പരിപാടിയേ ഉള്ളൂ, നമുക്ക് പോയിട്ട് വരാം. അപ്പോഴേ അവൻ പറഞ്ഞു, എടോ എനിക്ക് ഈ പാർട്ടിയൊന്നും വലിയ താല്പര്യമില്ലടോ, അത് സാരമില്ല ഒറ്റ നൈറ്റല്ലേ നമുക്കിങ്ങ് പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് അവൾ ഭർത്താവിനെയും കൂട്ടി പാർട്ടിക്ക് പോകാൻ ഇറങ്ങുന്നു. പാർട്ടിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഫൈസി നേരെ ചാടി കാറിൻ്റെ അകത്താണ് കയറുക. കാറിൽ പോകാമെന്ന് പറയുമ്പോൾ നായിക പറയും പറ്റൂല, നമ്മൾ ചില്ല് ചെയ്യാനല്ലേ പോകുന്നത്, അപ്പോൾ ഒരു ത്രില്ലൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമ്മൾ കാറിൽ പോയാൽ ശരിയാവില്ല, ബൈക്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് അവൾ തന്നെ സ്വന്തം ബൈക്ക് എടുത്ത് അവനെയും വിളിച്ച് പാർട്ടിക്ക് പോകും. പാർട്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും കുറച്ച് പാർട്ടി ശകലങ്ങളൊക്കെ ഉണ്ട്. ഈ പാർട്ടി പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഷാഹിന ഒരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്. ഡാൻസ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ചില ശരീരഭാഗങ്ങളൊക്കെ കാണുന്ന പോലെ ഡാൻസ് ചെയ്യല്ലേ, അപ്പോൾ അങ്ങനെ കാണുന്നത് പോലെ തന്നെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ട് ആകൃഷ്ടരാകുന്ന കുറച്ച് കഴുകൻ കണ്ണുകളെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഫൈസി ആണെങ്കിൽ അവൻ വെള്ളമടിക്കൂല, സിഗരറ്റ് വലിക്കൂല, പക്ഷെ ഭാര്യ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതിൽ അവൻ അസ്വസ്ഥനാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാര്യയെ മോശം രീതിയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ വില്ലന്മാരുണ്ടല്ലേ, അവന്മാർ രണ്ടുപേരും കൂടി വന്നിട്ട് ഇവനെ പുകവലിക്കാൻ പ്രേരിപ്പിക്കും, വെള്ളമടിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഇവനിതൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഈ വില്ലന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊക്കക്കോള എടുത്ത് അതിൻ്റെ അകത്ത് എന്തോ മരുന്ന് കലക്കും, എന്നിട്ട് ഇവനങ്ങ് കൊടുക്കും. മരുന്ന് കലക്കുന്നൊന്നും നമുക്ക് ആദ്യം കാണിച്ചു തരില്ല, അത് പിന്നീട് ട്വിസ്റ്റാ. അങ്ങനെ മരുന്ന് കലക്കി ഒരു കോളയിലാക്കിയിട്ട് ഇവന് കൊടുക്കും. ഇവൻ അത് മാക്കനടിച്ചിട്ട് ഇവൻ്റെ ബോധം പോകും. ഈ ബോധം പോയ തക്കത്തിന് ഷാഹിന മുറിയിൽ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇവന്മാർ രണ്ടുപേരും കൂടി ആ മുറിയിൽ കയറി ഷാഹിനയെ അപമാനിക്കാൻ ശ്രമിക്കും. പക്ഷേ ഷാഹിന കീഴടങ്ങില്ല. ഇവന്മാർ രണ്ടുപേരെയും ഇടിച്ച് തെറിപ്പിച്ച് വാതിലും തുറന്ന് അവൾ ഓടി പുറത്തേക്ക് പോകുമ്പോൾ അടിച്ച് ഫിറ്റായി ബോധം പോയി കിടക്കുന്ന തൻ്റെ ഭർത്താവിനെയാണ് കാണുന്നത്. നിങ്ങളിവിടെ കിടക്കുന്നോ മനുഷ്യ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോയി ബൈക്ക് എടുത്ത് അവിടുന്ന് രക്ഷപ്പെടും. പക്ഷേ ഞാൻ ആലോചിച്ചത് അവൾ താക്കോൽ എടുക്കാൻ പോയിട്ടില്ല, താക്കോൽ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന കാണിച്ചിട്ടില്ല, താക്കോൽ ബൈക്കിൽ തന്നെയാണ് വെക്കുക. എന്താ ഷാഹിന ഇങ്ങനെ? എന്തായാലും ഉപകാരപ്പെട്ടു. അങ്ങനെ ഷാഹിനയ്ക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി. പക്ഷേ ഷാഹിനയുടെ ബൈക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ചെയ്തിരുന്ന ഒരേ ഒരു ബൈക്ക് അത് ഇവന്മാരുടെ ബൈക്കായിരുന്നു. ഇവന്മാരും സ്വന്തം ബൈക്ക് എടുത്ത് ഷാഹിനയെ ഫോളോ ചെയ്യുകയാണ്. ആ ബൈക്ക് ചേസിങ് ഇങ്ങനെ തുടങ്ങി വരുമ്പോഴേക്കും റോഡ് സൈഡിൽ, ഈ പരിപാടിയൊന്നുമല്ല, ഏതോ റോഡ് സൈഡിൽ വെറുതെ വെള്ളമടിച്ചുകൊണ്ടിരുന്ന 4 പേര് ദേടെ ഒരു പെണ്ണ് പോണ്ടാന്ന് പറഞ്ഞിട്ട് അവന്മാരും ബൈക്ക് എടുത്ത് ഈ ചേസിൻ്റെ ഭാഗമാവും. അങ്ങനെ ഒരു കൊടൂര ചേസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം അണ്ണന്മാർ തന്നെ ജയിക്കും. ഇവളുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇവന്മാർ വട്ടം കൊണ്ട് ബൈക്ക് നിർത്തി ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പുറകെ ആദ്യം ഓടിച്ചു വന്നവന്മാരില്ലേ, ബ്രോ ഞങ്ങളാണ് ഇവളെ ഓടിച്ചുകൊണ്ട് വന്നതെന്ന് പറയും. അപ്പോൾ ഇവന്മാർ അതിൽ ഞങ്ങളാണല്ലോ ഇവളെ പിടികൂടിയത്, എന്നാൽ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊണ ഡയലോഗ് അടിച്ച് ഇവന്മാർ നിൽക്കുന്ന സമയത്ത് ഒരു ബൈക്കിങ്ങനെ ചീറി പാഞ്ഞ് വില്ലന്മാരുടെയും നായികയുടെയും ഇടയിൽ കൂടി വന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണ്. അങ്ങനെ നിർത്തി കഴിയുമ്പോൾ കുഷ്ക എന്ന് പറഞ്ഞ എഫക്റ്റൊക്കെ ഇട്ടിട്ട് റൗണ്ടിൽ കറക്കിയൊക്കെ കാണിക്കും നമ്മളെ വിഷ്വൽ. ഇതാണ് നായകൻ്റെ ഇൻട്രോ. പിന്നെ നായകൻ കുറേ കണസമണച്ച ഡയലോഗ് അടിച്ച് നോക്കും. വില്ലന്മാർ നീ പോടാ ഇതാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറയും. പിന്നെ അവർ ഇടിച്ച് എല്ലാത്തിനും ഇടിച്ച് ചളുക്കി ചമ്മന്തി ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നവൻ്റെ അവിടം ചെത്തിക്കളയണം, അവനെ അപ്പം തന്നെ നമ്മൾ തട്ടിക്കളയണം, എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ പറയുന്നതെന്ന് പറയുന്ന അങ്ങനത്തെ ഡയലോഗ് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നായകൻ്റെ ഫൈറ്റ് ഏകദേശം തീരാറാവുമ്പോഴേക്കും നമ്മുടെ ഷാഹിനയ്ക്ക് വെളിവ് വരികയാണ്. അയ്യോ എനിക്കും ഇടിക്കാൻ അറിയാമായിരുന്നല്ല, ഞാൻ എന്താ ഉമ്മാർ ഇടിക്കാൻ. അപ്പം തന്നെ അവൾ 4-5 ഇടിയും 3-4 ചവിട്ടുമൊക്കെ ചവിട്ടി മാർഷൽ ആർട്സ്
പരിപാടികളൊക്കെ കാണിച്ച് അവരിരുവരും കൂടി തിരിച്ച് ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. ഹോട്ടലിൽ ചെന്ന് കഴിയുമ്പോൾ ഇവളെ ഈ ഒരു പാർട്ടിക്ക് കൊണ്ടുവന്ന ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മെറീന മൈക്കിളാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഇടയ്ക്ക് ഡാൻസ് കളിക്കാൻ വിളിക്കുന്നതും പിന്നെ 2 ദിവസം കഴിഞ്ഞ് കാണുന്നതല്ലാതെ മെറീനയെ നമ്മൾ ഈ ഹോട്ടലിൽ എവിടെയും കാണുന്നില്ല. എന്തായാലും തിരിച്ച് ഹോട്ടൽ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ അടിച്ച് ബോധമില്ലാതിരിക്കുന്ന ഭർത്താവ് ഇവൻ വിശ്വസിച്ചാണോ ഞാൻ ഇറങ്ങി വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഭർത്താവിൻ്റെ തുണി മുഴുവൻ സ്വന്തം ബാഗിൽ നിന്നും പെറുക്കിയെടുത്ത് ഹോട്ടൽ മുറിയിലിടും. അതിന് ഞാൻ ചുമക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നിട്ട് അവൾ സ്വന്തം ബാഗും ബൈക്കും എടുത്ത് അവിടുന്ന് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. പാവം ആ കെട്ടിയോന് ആദ്യമേ പറഞ്ഞ് എടോ എനിക്ക് നൈറ്റ് പാർട്ടി ഒന്നും താല്പര്യമില്ല എന്ന് ഇവളെ നിർബന്ധിച്ചിട്ടാണ് പോയത്. ഇവളുടെ കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ ചിലരൊക്കെയാണ് ഇവനോട് കൊക്കക്കോള കുടിച്ചോ എന്ന് പറഞ്ഞ് അവിടെ കിടത്തിയത്. എന്തായാലും ആ മഞ്ഞത്ത് സ്വന്തം ഭർത്താവിനെ അനാഥനാക്കി കിടത്തിയിട്ട് ഷാഹിന സ്വന്തം വീട്ടിലേക്ക് പോയി. അങ്ങനെ അവർ വണ്ടി ഓടിച്ച് ഏകദേശം വെളുപ്പാങ്കാലം ആകുമ്പോഴാണ് ഷാഹിനയുടെ വീടിൻ്റെ പരിസരത്ത് എത്തുന്നത്. ആ സമയത്ത് നമ്മുടെ നായകൻ ഒന്ന് മുള്ളാൻ മുട്ടുമ്പോൾ അതിനൊരു പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ റോഡ് സൈഡിൽ പോയി മുള്ളുന്നു. ഈ മുള്ളിക്കൊണ്ട് നിൽക്കുമ്പോൾ, അതായത് നേരെ നോക്കി മുള്ളിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മുടെ നിർമ്മൽ പാലാഴി വരികയാണ്. അങ്ങനെ മുള്ളിക്കൊണ്ടിരുന്ന നമ്മുടെ നായകൻ റമീസ് അഥവാ അഷ്കർ സൗദാൻ അതിൻ്റെ അംഗങ്ങളെക്കുറിച്ച് ചില തമാശകളൊക്കെ പറയുന്നു. അതിനുശേഷം അവർ ബൈക്കിൽ കയറി വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ നിർമ്മൽ പാലാഴി നോക്കുമ്പോൾ എന്താണ്, എന്നെ വഞ്ചിച്ചു പോയവൾ അവൾ പക്ഷേ വേറൊരുത്തൻ്റെ കൂടെ ബൈക്കിൽ ചുറ്റുന്നു, അതിലെന്തോ പ്രശ്നമില്ലേ, അതവളുടെ കള്ളക്കാമുകനല്ലേ, അപ്പോൾ അവരിരുവരും ചേർന്ന് ഇവളുടെ ഭർത്താവിനെ തട്ടിക്കളഞ്ഞിട്ടുണ്ടാവുമോ എന്ന് പറയുന്ന കാര്യങ്ങൾ പുള്ളി നേരെ ചെന്ന് സുഹൃത്തിനോട് പറയുന്നു. 2 സുഹൃത്തുക്കളും കൂടി പോയി പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അത് മറ്റ് മെമ്പർമാരോട് പറയുന്നു. മെമ്പർമാർ ഗ്രാമസഭ കൂട്ടി നാട്ടുകാരെ അറിയിക്കുന്നു. തുടങ്ങിയിട്ടുള്ള കോമഡികളൊക്കെ സംഭവിക്കും. ആ നാട്ടിൽ പിന്നെ ആർക്കും ചോദിക്കാനും പറയാനും വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഇതിന് നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നായിക ഷാഹിന ഈ കൂട്ടുകാരനുമായി നേരെ വീട്ടിൽ ചെന്ന് കയറും. എന്നിട്ട് കൂട്ടുകാരൻ അവൻ്റെ പാട്ടിന് പോകും. അവൾ നേരെ ആരോടും മിണ്ടാതെ സ്വന്തം മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കും. കറക്റ്റ് മാച്ചിങ് ഡ്രസ്സും കമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് കമിഴ്ന്ന് കിടന്ന് കരയും. എന്നിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഈ സമയത്താണ് ഫൈസിക്ക് ബോധം വരുന്നത്. അവനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഞാനെന്താ ഇവിടെ എന്നാലോചിച്ച് അവൻ റൂമിൽ ചെല്ലും. ഷാഹിന എന്ന് 4 വിളിയൊക്കെ വിളിക്കും. വിളിയൊന്നും കേൾക്കുന്നില്ല. മുറി ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ ഡ്രസ്സ് മാത്രം അവിടെ കട്ടിലിൽ കിടക്കുന്നു. ഷാഹിൻ അവിടുന്ന് മുങ്ങിയെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ അലഞ്ഞിരിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും നാട്ടിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഈ കഥ അവൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇവനെ ഒഴിവാക്കിയിട്ട് കാമുകനോടൊപ്പം കറങ്ങി നടക്കുന്ന ഷാഹിന എന്നുള്ള ഇമേജാണ് ഫൈസിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പം തന്നെ ഫൈസിയും വാപ്പയും കൂടി വണ്ടി എടുത്ത് നേരെ ഷാഹിനാൻ്റെ വീട്ടിൽ പോവാണ്. അതായത് പുലർച്ചെ ഒരു ഫ്രണ്ടിനൊപ്പം വീട്ടിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചു വന്ന ഭാര്യ അത് ശരിയായിട്ടുള്ളൊരു ഭാര്യയല്ല. പക്ഷെ ഭർത്താവല്ലേ എൻ്റെ ധൈര്യം, നിങ്ങളങ്ങനെ അടിച്ച് ഓഫായിട്ട് കിടക്കാൻ പാടുണ്ടോ എന്ന് ഷാഹിന ചോദിക്കുന്നുണ്ട്. പക്ഷേ നിന്നെ പോലെ ഈ പാർട്ടിയും പരിപാടിയായിട്ട് നടക്കണം പെണ്ണിനെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവൻ തലാക്ക് എന്ന് പറഞ്ഞ് മുത്തലാക്കി ചൊല്ലി അവളെ ഡിവോഴ്സ് ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പം നമ്മൾ വിചാരിക്കും ഈ എപ്പിസോഡ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നായകൻ വന്ന്, അതായത് നമ്മുടെ അഷ്കർ സൗദാൻ വന്ന് തകർക്കുന്ന സീനുകളൊക്കെ നമ്മൾ കാണുമെന്ന്. ഇല്ല കേട്ടോ. ഷാഹിനാനെ ഫൈസി ഉപേക്ഷിച്ചു എന്നറിയുന്ന സാബുവിന് ഭയങ്കര സന്തോഷം. പിന്നെ നിർമ്മൽ പാലാഴിയുടെ കുറേ ചളികളൊക്കെ നമ്മൾ കാണും. ഈ സമയത്താണ് നമ്മുടെ ഷാഹിനെ കാണാൻ വേണ്ടി ഈ പാർട്ടി അറേഞ്ച് ചെയ്ത് വിളിച്ചു വരുത്തിയ കൂട്ടുകാരി മറീന വരുന്നത്. നിനക്ക് ഈ തലാക്ക് ചൊല്ലി തീരുന്നത് വരെ കാത്തിരിക്കണമായിരുന്നോ കുട്ടി എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. എന്തായാലും മറീന അവിടെ വന്നിട്ട് പറയുന്നു അവനെ അവർ ബോധം കെടുത്തി കളഞ്ഞതാണ്, അല്ലാതെ അവൻ കുടിച്ച് ബോധം പോയതൊന്നും അല്ല കേട്ടോ, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, നീ എത്രയും പെട്ടെന്ന് അവനുമായിട്ട് ഒത്തുചേരണം. അപ്പോൾ ഷാഹിന പറയും വൈകിപ്പോയി കുട്ടി. അപ്പം തന്നെ മറീനയും കൂട്ടുകാരനും കൂടി നേരെ നമ്മുടെ ഫൈസിയെ പോയി കാണും. ഫൈസിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും. അവൾ അങ്ങനെ ഒരു മോശം പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ. ഇതറിഞ്ഞ് ഫൈസിയും അവൻ്റെ ഉപ്പയും കൂടി ഷാഹിനാൻ്റെ വീട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് ഡിവോഴ്സ് ചെയ്ത് പോയായിരുന്നല്ലോ, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി ഒന്ന് കല്യാണം കഴിക്കാം എന്നാണ്. അപ്പോഴാണ് അവർ ആ ടെക്നിക്കൽ ഇഷ്യൂ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അതായത് ഒരു പെൺകുട്ടിയെ, ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിച്ചിട്ട് അവൻ ആ വിവാഹം വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് 3 വാക്ക് പറഞ്ഞാൽ മതി, തലാക്ക് മുത്തലാക്ക്, പരിപാടി കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ഒരാവേശത്തിന് മുത്തലാക്ക് ചൊല്ലി ഡിവോഴ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അവൾ ഒന്നുകൂടി കെട്ടണം. ആ കെട്ടിയാൾ അവളെ മൊഴി ചൊല്ലണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവന് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വലിയ കുരുക്കെന്ന് പറയുന്നത്. പിന്നീട് ഈ 2 കുടുംബങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട തപ്പൽ എന്ന് പറയുന്നത് ഇടക്കെട്ട് കെട്ടാൻ വേണ്ടി, അങ്ങനെയാണ് ഇതിന് പറയുക. അപ്പോൾ ഇടക്കെട്ട് കെട്ടാൻ തറവാട്ടി പറഞ്ഞ ഒരാളെ കെട്ടണം. അങ്ങനെ കണ്ട ആളൊന്നും എൻ്റെ ഷാഹിനാനെ കെട്ടാൻ പാടില്ല എന്നാണ് ഈ ഭർത്താവ് പറയുന്നത്. നല്ല പയ്യനാട്ടോ. അങ്ങനെ അവർ ഇടക്കെട്ട് നടത്താൻ വേണ്ടി പറ്റിയൊരു കഥാപാത്രത്തിനെ കണ്ടുപിടിക്കുകയാണ്. മണവാട്ടി മനാഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ അബുസലിമാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചേട്ടാ 2 രാധാസ് എന്ന് പറഞ്ഞതുപോലെ മണവാട്ടി മനാഫിനെ കൊണ്ടുവന്ന് ചരിത്രം തിരുത്തി കുറിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്ന് എനിക്ക് ആ ഒരു ക്യാരക്ടർ സെലക്ഷനിൽ ഫീൽ ചെയ്തു. പക്ഷേ സിനിമ ഇതായി പോയില്ലേ.
എന്തായാലും മണവാട്ടി മനാഫ് അവിടെ ഹോട്ടലിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരനെ ഇവർ കോഴിക്കോട്ടോ മലപ്പുറത്തോ അവിടെ എവിടെയോ കൊണ്ടുപോയിട്ട്, അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഓർത്തിരിക്കാത്തത്, അവിടെ കൊണ്ടുപോയി ഇടക്കിട്ട് നടത്തിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് മണവാട്ടി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അയാൾ ബഹളം വെക്കുകയും, ഞങ്ങളൊക്കെ തറവാട്ടി പറഞ്ഞ ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ കുപ്പി വാങ്ങിക്കൂല എന്ന് സുരേഷ് കൃഷ്ണ അവതരിപ്പിക്കുന്ന ഫൈസിയുടെ ഉപ്പ കഥാപാത്രം ഉണ്ട്. അയാൾ ഡയലോഗ് പറയുമ്പോൾ, അങ്ങനെ നിങ്ങൾ മാന്യന്മാരാണെങ്കിൽ ഇടക്കിട്ട് നടത്തുന്നത് എന്തിനാണ്, നിങ്ങൾ പടച്ചോനെ പറ്റിക്കുകയല്ലേ എന്ന് മണവാട്ടി മനാഫ് ചോദിക്കുമ്പോൾ അതിൽ മനന്നൊന്നാണ് ഈ മണവാട്ടി ബ്രാൻഡിൽ കുപ്പി വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ മണവാട്ടി മനാഫ് മണവാട്ടി അടിച്ച് നാണം കുണുങ്ങി എനിക്ക് നാണമാ എന്ന് പറഞ്ഞ് കുളിമുറിയിൽ നിൽക്കുന്ന കുറച്ച് കോമഡി സീനുകളാണ് നമ്മൾ കാണുന്നത്. ഈ മണവാട്ടി മനാഫിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മണവാട്ടി മനാഫിനോട് സംസാരിക്കുമ്പോൾ മനാഫിന് ആ ഭാര്യയോട് ഇവരെയാണോ ഞാൻ ഇടക്കിട്ട് കെട്ടേണ്ടത് എന്ന് ചോദിക്കത്തക്ക രീതിയിലൊരു ഇഷ്ടം ഉണ്ടാകുന്നുണ്ട്. ആ ഇഷ്ടം മനസ്സിലാക്കുന്ന സുരേഷ് കൃഷ്ണൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, എടോ ഇതൊക്കെ 80 മോഡലാണോ എന്ന് പറയുന്ന ആ ഒരു കോമഡി. മൊത്തത്തിൽ ഈ സിനിമയിൽ ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് നമ്മൾ കോമഡിയെ വിമർശിക്കുന്നില്ല. അങ്ങനെ ഇവരൊരു ഇടക്കെട്ടിനുള്ള പയ്യനെ തപ്പി ഒന്നും നടക്കാതെ ആകെ ഒരു വശമായിട്ട് നിൽക്കുന്ന സമയത്താണ് നായിക ഒരു സജഷൻ വെക്കുന്നത്. അന്ന് രാത്രി എന്നെ ഇവിടെ വീട്ടിൽ സേഫായിട്ട് കൊണ്ടെത്തിച്ച റമീസില്ലേ, അവനൊരു നല്ല പയ്യനാണ്, അവനെ വിശ്വസിക്കാം, കാരണം അവൻ എന്നെ അന്ന് രാത്രി രക്ഷിച്ചു, അതുകൊണ്ട് അവൻ എന്നെ ഇടക്കെട്ട് കെട്ടട്ടെ, അതാവുമ്പോൾ ഞാനും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും പുരോഗമനവാദികളായതുകൊണ്ട് അതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ റമീസിനെ വിളിക്കുന്നു, റമീസിന് കുറച്ച് കാശ് കിട്ടിയാൽ കുഴപ്പമില്ല, അവൻ ചെയ്യാടോ കുഴപ്പമൊന്നുമില്ലടോ എന്നൊക്കെ പറയുന്ന ആ ഫ്രണ്ട്ലി ഡയലോഗൊക്കെ പറയുന്നു. അവർ തമ്മിൽ നിക്കാഹ് കഴിക്കുന്നു. അന്ന് രാത്രി വൻ കോമഡികളൊക്കെയാണ്, കാരണം ഭാര്യയുടെ മുറിയിൽ മറ്റൊരാളാണല്ലോ ഉള്ളത്, അപ്പോൾ താൻ അവിടെ പോയി നിന്നേ ശരിയാവൂ എന്ന് വാപ്പയുടെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ട് ഫൈസി സ്വന്തം ഭാര്യയുടെ മൊഴി ചൊല്ലിയ ഭാര്യയുടെ റൂമിൻ്റെ പുറത്ത് ഉറക്കൊളച്ച് കാത്തിരിക്കുകയാണ്. അവൻ മാത്രമല്ല കാത്തിരിക്കുന്നത്, പെണ്ണിൻ്റെ അമ്മാവൻ നമ്മുടെ സുധീർ കരമനയുടെ ക്യാരക്ടറും കൂടി ഇരിപ്പുണ്ട്. അവർ തമ്മിലുള്ള കുറേ കോമഡി ഡയലോഗുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അങ്ങനെ ആ ഒരു ബെഡ്റൂമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് പുറത്തിരുന്ന് ഇവർ ഉറങ്ങുമ്പോൾ ബെഡ്റൂമിൽ ഒരു വലിയ കഥയുടെ ചുരുളഴിയുകയാണ്. അതായത് നമ്മുടെ നായകൻ റമീസിൻ്റെ എന്താണ് അവൻ്റെ പാസ്റ്റ് എന്നുള്ളത് നമ്മൾ അവിടെ വെച്ചിട്ടാണ് അറിയുന്നത്. അവൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ബോംബെയിലായിരുന്നു. അച്ഛന് ബോംബെയിൽ വലിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അച്ഛനൊരു സുഹൃത്ത് കൂടി ഈ ബിസിനസ്സിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇവരിൽ ആരുടെയോ ഒരാളുടെ അപ്പം തന്നെ ആയിരിക്കും എന്നുള്ളത്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒട്ടും തടസ്സം സൃഷ്ടിക്കാതെ ഷാഹിനയുടെ ഉപ്പയായിരുന്നത്രേ ഇവൻ്റെ വാപ്പയുടെ മുംബൈയിലെ ബിസിനസ് പങ്കാളി. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇവൻ്റെ വാപ്പാനെ പറ്റിച്ച് പൈസ എല്ലാം കൈക്കലാക്കിയ ശേഷം ഷാഹിനയുടെ ഉപ്പ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. പക്ഷേ അന്നിവൻ കുഞ്ഞാണല്ലോ. ഇവൻ ഉമ്മയുടെ കൂടെ നാട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞ് വലുതായി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് അച്ഛനെ പറ്റിച്ച കൂട്ടുകാരനെ കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ബോംബെ ചെന്ന് ഞാൻ അച്ഛൻ്റെ കൂട്ടുകാരനെ തപ്പിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഫോട്ടോ കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ഷാഹിന എന്നാൽ എൻ്റെ ഭർത്താവ് പുറത്തിനി എന്താ ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് തെന്നി മാറിക്കളയും. അല്ലെങ്കിൽ ഈ ഷാഹിന ഇങ്ങനെയാണ്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കൂല. അങ്ങനെ ഓരോ കഥയെന്നുണയൊക്കെ പറഞ്ഞിരുന്ന് ഇവർ നേരം വെളുപ്പിക്കും. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇവന് മൊഴി ചൊല്ലാൻ ഉദ്ദേശമില്ല, എന്തായാലും ഞാൻ കല്യാണം കഴിച്ചതല്ലേ, എനിക്കിനൊരു 5 ലക്ഷം രൂപ കൂടി വേണമെന്ന് അവൻ പെണ്ണു വീട്ടുകാരോട് പറയാണ്. അവർ പിറ്റേ ദിവസം 5 ലക്ഷം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ട് മോനെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അയ്യോ ഇന്ന് എനിക്ക് മൊഴി ചൊല്ലാനൊരു മൂഡില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ അള്ളി പിടിച്ച് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് സിനിമയിൽ ആവശ്യത്തിന് ചളി പുരളുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗോകുലൻ അവതരിപ്പിക്കുന്ന ഒരു അളിയൻ ക്യാരക്ടറും കൂടി വരുന്നുണ്ട്. ആ ക്യാരക്ടറാണ് ഈ സിനിമയിലെ ഏറ്റവും ഗംഭീര അവതരണം എന്ന് പറയുന്നത്. ദയവ് ചെയ്ത് അഥവാ ഈ സിനിമ കാണാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിപ്പോവുകയാണെങ്കിൽ ഈ സിനിമ ഭക്ഷണം കഴിയുമ്പോൾ കാണരുത്. ഗോകുലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം സംസാരിക്കുമ്പോൾ തുപ്പൽ തെറിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹം തുപ്പൽ തെറിപ്പിക്കുന്ന തമാശകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ തുപ്പൽ എവിടെ നിന്ന് പുറപ്പെടുന്നു എന്നുള്ളതും എങ്ങനെ ലാൻഡ് ചെയ്യുന്നു എന്നുള്ളതും ഒക്കെ മറ്റേ ക്ലോസ് സൂമൊക്കെ വെച്ചിട്ട് നമ്മളെ കാണിച്ചു തരും. അതൊരു ബ്രില്യൻസ് ആണ്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും. ഞാൻ എന്തായാലും ഭാഗ്യത്തിന് അപ്പോൾ കണ്ടില്ല. അങ്ങനെ ഇവൻ ഈ വീട്ടിൽ നിന്ന് മാറാതെ ഒട്ടിപ്പിടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ, ഇവനെ ഒന്ന് പുകച്ച് പുറത്തി അടിക്കണമല്ലോ. അതിനുവേണ്ടി സുധീർ കരമന അമ്മാവൻ ഒരു വഴി അവരവതരിപ്പിക്കുന്ന അമ്മാവൻ കഥാപാത്രം ഒരു വഴി കണ്ടുപിടിക്കുകയാണ്. നമുക്കൊരു പ്രൊഫഷണൽ ഗുണ്ടയെ ചെന്ന് കാണാം. അങ്ങനെ ഇവരൊരു പ്രൊഫഷണൽ ഗുണ്ടയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. കത്തിയും അതിൻ്റെ ചാർട്ടും പരിപാടികളും ഒക്കെ വരച്ച് വെച്ചിട്ടുള്ള ഗുണ്ട ഓഫീസ് തുറന്നു വെച്ചിരിക്കുകയാണ്. ഹരീഷ് കണാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗുണ്ട. അയാളുടെ പേര് ഹംസമോൻ എന്നാണ്. ഹംസമോൻ്റെ ഗുണ്ടയ്ക്ക് പേരിടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് സുധീർ കരമനയും കൂടെ പോകുന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ഇരുന്ന് ചിരിക്കുന്ന സീനൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. എന്തായാലും എന്നെ ഹംസമോൻ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഈ കാര്യം ഏറ്റിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഗുണ്ടകളെ വീട്ടിലേക്ക് വിടും. ഗുണ്ടയായിട്ട് വരുന്നത് ജാഫർ ഇടുക്കിയും സംഘവുമാണ്. അവരൊരു വടിയുമായിട്ടാണ് ഇറങ്ങുന്നത്.
നിന്ന് ഇറങ്ങിയ പാടെ ആ വടി കൊണ്ട് കുറച്ച് കോമഡി, വടി ശരീരത്തിൻ്റെ മർമ്മപ്രധാനമായ പല ഭാഗങ്ങളിൽ കൊള്ളുകയും അതിൻ്റെ പേരിൽ വേദനിക്കുകയും പിന്നെ അവർ ഒരുമിച്ച് ചാടുകയൊക്കെ ചെയ്യുന്ന കോമഡിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഗുണ്ടകൾ വന്നു കഴിഞ്ഞപ്പോൾ മുറ്റത്തിരിക്കുന്ന കാണുന്നത് സുധീർ കരമനയാണ്. ഇവർക്കാണെങ്കിൽ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നുകൊണ്ട് സുധീർ കരമനയെ ഓടിച്ചിട്ടടിച്ചിട്ട് അവർ തിരിച്ചു പോകും. എന്തിനോ എന്തോ. പക്ഷേ ഫൈസിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അവൻ കുറച്ച് പ്രൊഫഷണൽ ഗുണ്ടകളുമായി വന്ന് റമീസിനെ ആക്രമിക്കാൻ നോക്കും. റമീസ് ഓടിപ്പോയി ഒരു ഫാക്ടറിയുടെ അകത്ത് കയറും. ഫാക്ടറി ആണല്ലോ ഫൈറ്റ് നടത്താൻ പറ്റിയ സ്ഥലം. അങ്ങനെ അവിടെ വെച്ച് അറഞ്ചം പുറഞ്ചം ഇടിയൊക്കെ ആയി. റമീസും ഫൈസിയും തമ്മിലുള്ള ഇടി, ഗുണ്ടകളെല്ലാം തറ പറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ റമീസും ഫൈസിയും തമ്മിൽ ഒരു ഇടി ഉണ്ടായി. ഫൈസി റമീസിൻ്റെ തലക്കടിക്കാൻ പോകുന്ന സമയത്താണ് റമീസിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അതൊരു പെൺകുട്ടി ഒരു മാപ്പിളപ്പാട്ട് ആൽബത്തിൽ ഏതോ 4 വരികളൊക്കെ പാടുന്നതാണ്. ഇത് കേട്ട് കഴിയുമ്പോൾ ഫൈസി സ്റ്റക്കാവും. എന്നിട്ട് ആ ഫോണിലേക്ക് ഇങ്ങനെ നോക്കും. ഈ പാട്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് പ്രേം നസീർ, ജയൻ സിനിമകളൊക്കെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സിനിമകളാണ്. നമ്മൾ അതിനൊന്നും അനാവശ്യമായിട്ട് ഇതിലേക്ക് വലിച്ചഴക്കേണ്ട കാര്യമില്ല. എന്തായാലും ആ റിംഗ് ടോൺ കേട്ട് ഇതെങ്ങനെ എന്നൊക്കെയുള്ള ഭാവത്തിൽ ഫൈസി നിൽക്കുമ്പോൾ റമീസ് അവനിട്ട് നല്ല 4 കൊട്ടും കൊടുത്ത് ഫോണും എടുത്ത് അവിടുന്ന് വിട്ടോളയും. കാരണം ഈ പാട്ടിൻ്റെ കഥ എന്താണെന്നുള്ളത് ക്ലൈമാക്സിലാണല്ലോ പറയാനുള്ളത്. ഇപ്പോൾ ഇവനിത് കേട്ടോണ്ട് എന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പുള്ളി ഫോണുമായിട്ട് രക്ഷപ്പെടുകയാണ്. അതിനുശേഷം നമ്മുടെ ഫൈസി ആശുപത്രി പോയി. തല്ലൊക്കെ കിട്ടിയതല്ലേ, മുറിവൊക്കെ ഇല്ലേ. അങ്ങനെ മുറിവിൽ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പാട്ടിൻ്റെ കഥ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളൊരു ആൽബം പാട്ട് കേട്ടില്ലേ, ആ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് ഈ സിനിമയിലെ ശരിക്കിനുള്ള നായിക. കൊച്ചിൻ്റെ പേര് ഫെമി. ഈ ഫെമി എന്ന് പറയുന്നത് റമീസിൻ്റെ അനിയത്തിയാണ്. ഇവൻ്റെ ഭാര്യ 2ാം കെട്ട് കഴിച്ചിരിക്കുന്ന അഷ്കർ സൗദ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ അനിയത്തിയാണ് ഫെമി. ഈ ഫെമി ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് ടൈമായിട്ട് റീൽസ് ചെയ്യുക എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ഹോബി. നന്നായി പാടുന്നതുകൊണ്ട് ഓരോ ദിവസവും ഡിഫറെൻറ്റ് ബാക്ക് ഡ്രോപ്പൊക്കെ സെറ്റ് ചെയ്ത് കുത്തിയിരുന്ന് പാട്ട് പാടി റീലിടലാണ് ഈ പെൺകുട്ടിയുടെ ജോലി. റീലുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വൈറലാവാറുണ്ട്. ആ റെസ്റ്റോറൻറ്റിലേക്ക്, ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മുടെ ഫൈസി ഒരു ദിവസം ജ്യൂസ് കുടിക്കാൻ പോയത്. ഫൈസി ആണെങ്കിൽ അറിയാൻ പാടില്ലാത്ത ബിസിനസ്സൊക്കെ ചെയ്ത് കടം കയറി കുത്തുവാള എടുത്തിരിക്കുന്ന സമയമാണ്. കടക്കാരൊക്കെ വന്ന് കയറി ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. സ്വന്തം വീട്ടിൽ വാപ്പ പോലും വിളിച്ച് ചീത്ത പറയുന്ന അവസ്ഥയിലേക്ക് കടം വരുത്തി വെച്ചിട്ടിരിക്കുകയാണ് ഫൈസി. പക്ഷേ റെസ്റ്റോറൻറ്റിൽ ജ്യൂസ് കുടിക്കാൻ പോയപ്പോൾ ഫെമിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ ഇത് നല്ല കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളോടൊരു ഇഷ്ടം തോന്നുന്നു. അവളുടെ ഇൻസ്റ്റഗ്രാം റീലിൻ്റെ താഴെയൊക്കെ കമൻ്റ് ഇട്ട് ഒരു ചെറിയ മിനി കോഴി വേർഷൻ അവൻ ഇറക്കി തുടങ്ങുന്നു. അവൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പൗലോ കൊയ്ലോയുടെ ബുക്ക് വായിച്ചിട്ടുള്ള നമ്മുടെ ഫൈസി നിർത്താതെ അവളെ സ്റ്റോക്ക് ചെയ്ത് അവസാനം അവൾക്കും അവനോട് ഇഷ്ടം തോന്നുകയാണ്. ഫ്രഷേ ആ ഇഷ്ടം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫൈസിയുടെ അച്ഛൻ നമ്മുടെ സുരേഷ് കൃഷ്ണ അദ്ദേഹം പറയുന്നത്, എടാ നിൻ്റെ കടമൊന്നും നീ പണിയെടുത്ത് കഴിഞ്ഞാൽ വീട്ടൊന്നും എനിക്ക് തോന്നണില്ല. പിന്നെ നമുക്ക് വലിയ ബ്ലങ്കാവും വലിയ വിലയുടെ കാറൊക്കെ ഉണ്ട്, അതൊന്നും വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിൻ്റെ കടം തീർക്കാൻ ഞാനൊരു ഉഗ്രം വഴി പറയാം. നല്ല കാശുള്ള വീട്ടിലൊരു പെണ്ണിൻ്റെ ആലോചന വന്നിട്ടുണ്ട്, നീ അവളെ അങ്ങോട്ട് കെട്ട്. അതാവുമ്പോൾ നിൻ്റെ കടമൊക്കെ അങ്ങോട്ട് സെറ്റിലാവും. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ഫൈസി അതിന് സമ്മതം കൊടുക്കുകയാണ്. എന്നിട്ട് ഫെമിയെ വിളിച്ച് പറയുന്നു, എടി പറ്റൂല, ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോവാണ്. ഇത് കേട്ട ഉടനെ ഫെമി സൂയിസൈഡ് ചെയ്തു എന്ന് ആലോചിച്ചിട്ട് ഫൈസി ഇങ്ങനെ കണ്ണീർ വാർക്കുകയാണ്. ഈ ഒരു സീൻ എത്തുമ്പോഴേക്കും സിനിമ വർക്കല ക്ലിഫിൻ്റെ എങ്ങാണ്ട് മുകളിലേക്ക് എത്തുന്നുണ്ട്. ഏതോ ഒരു ക്ലിഫിൻ്റെ മുകളിലേക്ക്, താഴെ അഗാധമായ കൊക്കയാണ്. അവിടെ നിന്ന് ഡയലോഗ് പറയുമ്പോഴേ നമുക്കൊരു ധാരണ ഉണ്ടാവും ഇതിൽ മെയിൻ വില്ലനോ വില്ലത്തിയോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് താഴേക്ക് ഇടുന്ന പരിപാടിയായിരിക്കും സിനിമയുടെ ക്ലൈമാക്സ്. അപ്പോൾ ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെമി എന്ന് പറയുന്ന പെൺകുട്ടി ഇവളുടെ റീലിടലാണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ എപ്പോൾ നമ്മൾ 2ാമത് സ്ക്രീനിൽ കാണുന്നു അപ്പം മുതൽ ഇവൻ സ്ക്രോൾ ചെയ്ത് കാണുന്ന മുഴുവൻ റീലും നമ്മളിരുന്ന് കാണണം. ചില റീൽ ഒരു 3 മിനിറ്റ് ആയിരിക്കും, ചിലത് 30 സെക്കൻഡ് ആയിരിക്കും. അങ്ങനെ റീല് കണ്ട് മടുത്തിട്ട് നമുക്ക് തന്നെ ആ കുട്ടിയോട് മോളെ നിർത്തിക്കൂടെ എന്ന് പറയാൻ തോന്നുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർ 3 പേരും റമീസ്, ഷാഹിന, ഫൈസി, ഇവർ 3 പേരും കൂടി ഈ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാനന്ന് അവളോട് പറഞ്ഞപ്പോൾ അവൾ സൂയിസൈഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് ദുഃഖം വാർത്തിരിക്കുന്ന ഫൈസിയെ നമ്മൾ കാണും. അപ്പോഴാണ് റമീസ് ആ ട്വിസ്റ്റ് പറയുന്നത്. അവൾ മരിച്ചത് അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടല്ല, സൂയിസൈഡ് ചെയ്തതല്ല. പിന്നെ എങ്ങനെയാണ് അവൾ സൂയിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ ഫൈസിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മെസ്സേജ് ഫൈസി റെസ്പോണ്ട് ചെയ്യാത്തതിനെ തുടർന്ന് അവളൊരു വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് വെറുതെ അവനെ പേടിപ്പിക്കാൻ വേണ്ടി കയറി പോവുമായിരുന്നു. പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറി ചെന്നിട്ട് എങ്ങാനും കാല് തെറ്റി താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിലും കഞ്ഞിയായി പോണ പോലത്തെ അത്രയും ഹൈറ്റുള്ള സ്ഥലമാണ്. അങ്ങോട്ടേക്ക് കയറി പോവുകയാണ് ഈ പെൺകുട്ടി. പക്ഷേ ഇവക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇവൾ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ സ്റ്റെപ്പ് മുഴുവൻ ഇവൾ വലിഞ്ഞു കയറുമ്പോൾ സ്വന്തം ഇക്കയ്ക്ക്, ആർക്ക്, റമീസിന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഇക്കയ്ക്കാണെങ്കിൽ ഒരു ഭയങ്കര രസമുള്ള സ്വഭാവമുണ്ട്. അനിയത്തി എപ്പോൾ വീഡിയോ കോൾ ചെയ്താലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കും. അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് പുള്ളി ചെയ്യുന്നുണ്ട്. അത് അവർക്കിടയിലുള്ളൊരു ശീലം മാത്രമല്ല, അങ്ങനെ ഇക്കയ്ക്ക് പാടിക്കൊടുക്കുമ്പോൾ
അതും സ്ക്രീൻ റെക്കോർഡ് ആവുന്നതുകൊണ്ട് അത് പിന്നീട് റീൽസിനൊക്കെ ഉപയോഗിക്കും അത്രേ. ഒരു പരസ്പര സഹായമല്ലേ. അങ്ങനെ ഇക്കയോട് വീഡിയോ കോൾ ചെയ്തിട്ടാണ് ഇവൾ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നത്. നീ അങ്ങനെ ഒന്നും നീ ആത്മഹത്യ ചെയ്യില്ലേ, നീ ന്യൂജൻ അല്ലേ, ന്യൂജൻകാർക്ക് നീ ചീത്തപ്പേരുണ്ടാക്കല്ലേ എന്നുള്ള ഇക്കയുടെ ആ ഒരു ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഇല്ലിക്ക ഞാൻ ചാടനില്ലിക്ക എന്ന് പറഞ്ഞ് അവൾ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങുകയാണ്. റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷവും വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഫോൺ ഏകദേശം ഈ ഹൈറ്റിൽ പിടിച്ച് ഇക്കയോട് സംസാരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്നാൽ വണ്ടി ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അവളെ വന്ന് ഒരു കാർ ഇടിച്ച് അവിടുന്ന് പറന്നുപോയി ഒരു കല്ലിൽ പോയി തലയടിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഇപ്പോൾ കോമയിൽ കിടക്കുന്നത്, മരിച്ചിട്ടില്ല. ഇത് കേട്ട് ഷാഹിനയും ഫൈസിയും ഞെട്ടുകയാണ്. പക്ഷേ അവളെ ഇടിച്ചു തെറിപ്പിച്ച കാർ, അതിൻ്റെ നമ്പർ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് റമീസ് പറയും അത് ഷാഹിനയുടെ കാറാണ്. ഇത് കേൾക്കുമ്പോൾ ഷാഹിന ഞെട്ടും. ദൈവമേ ഇനിയിപ്പോൾ ഞാനാണോ പ്രതി? നമ്മൾ ഞെട്ടും. ഓ ട്വിസ്റ്റ്. ഓഹ് ഡാർക്ക് സീൻ. ഈ പോർഷൻ എത്തിയപ്പോഴേക്കും എൻ്റെ വീട്ടിലെ കരണ്ട് വരെ അടിച്ചുപോയി. എന്തായാലും ഷാഹിന തലയും കുത്തി കിടന്ന് ആലോചിക്കുകയാണ്. എന്നാലും ഞാൻ ഓടിച്ചപ്പം ഇവളെ ഇടിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ആലോചിച്ച് തല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ റമീസ് അടുത്ത ട്വിസ്റ്റും കൂടി പറയുകയാണ്. ആ കാർ ഓടിച്ചത് നീയല്ല, നിൻ്റെ കാറാണെന്നേ ഉള്ളൂ, ആ കാർ ഓടിച്ചത് യവനാ എന്ന് പറഞ്ഞ് ഫൈസിക്ക് നേരെ ചൂണ്ടുന്നു. അപ്പോഴാണ് ഇന്ത്യൻ സിനിമയിലെന്നല്ല ലോക സിനിമയിൽ എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത മനോഹരമായിട്ടുള്ളൊരു സീൻ സംഭവിക്കുന്നത്. അതായത് ഫൈസി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു നോട്ടം, ഞാനുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് മുഴുവൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ അവളെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവളെ കെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിന്നെ കെട്ടിയാൽ കാശ് കിട്ടും, അതുകൊണ്ടാണ് നിന്നെ കെട്ടിയെന്ന് പറഞ്ഞ് ഷാഹിനേനെ വെറുപ്പിക്കും. നിൻ്റെ പെങ്ങളെ വണ്ടി ഇടിച്ച് കിടപ്പിലാക്കിയത് ഞാനാടാന്ന് പറഞ്ഞിട്ട് റമീസിനെയും വിറപ്പിക്കും. ഇവർ രണ്ടുപേരും കൂടി സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഫൈറ്റൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അപ്പം ഇവരെന്തായാലും ഇടിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇവർ രണ്ടുപേരും കൂടി ഫൈസിനെ എടുത്തിട്ടിടിക്കും. പക്ഷേ ഫൈസി വിടില്ല, തിരിച്ചും നല്ല അലക്കലക്കും. അങ്ങനെ ഇടികൊണ്ട് ചളുങ്ങാറായിരിക്കുന്ന നമ്മുടെ റമീസും ഷാഹിനയും കൂടി അറ്റ കൈക്ക് ഫൈസിയെ ഇടിച്ച് ചളുക്കി താഴെ ഇടും. എന്നിട്ട് അവർ കാറിൽ കയറിയിരിക്കും. അപ്പം ഇടി കഴിഞ്ഞ് അവൻ ചത്തിട്ടുമില്ല, പിന്നെ എന്തിനാണ് കാറിൽ കയറിയിരിക്കുന്നത് നമ്മൾ ആലോചിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാറിൽ കയറിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഫൈസി എണീറ്റ് നിൽക്കുന്ന ഫൈസിയെ റിവേഴ്സ് ഗിയറിട്ട് കാറ് കൊണ്ട് ഇടിച്ച് തെറിപ്പിച്ച് ക്ലിഫിൽ നിന്ന് താഴെ ഇട്ടിട്ടാണ് ഇവർ പ്രതികാരം ചെയ്യുന്നത്. ഈ സിനിമയിലെ പാട്ടുകളൊക്കെയും കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇവർക്ക് ഒരു ആൽബമായിട്ട് അങ്ങ് പിടിച്ചാൽ മതിയായിരുന്നു. എന്തായാലും 4-5 പാട്ടുണ്ട്, പിന്നെ റീൽസാക്കി ഇടാൻ പറ്റിയ കുറേ പാട്ടുകളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ഒരു കളക്ഷനായിട്ട് റിലീസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ലേബലിൻ്റെ കയ്യിൽ നിന്ന് അത്യാവശ്യം തരക്കേടില്ലാത്ത പൈസ അവർക്ക് കിട്ടിയാണ്. ഇതിപ്പോൾ മനോരമ മാക്സിൽ കുറേ ഉണ്ട് ഇങ്ങനെ ചീറ്റിപ്പോയ കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നും കൂടി നമ്മളിപ്പോൾ എടുത്തു നോക്കി. എന്താണെന്നറിയില്ല, കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ വേണ്ടിയിട്ട്. മോട്ടിവേഷൻ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക. എന്തായാലും ഷൂട്ടിങ്ങിനിടയിൽ കറണ്ട് പോയപ്പോഴും വെളിച്ചം തന്ന് സഹായിച്ച ഭൂമിയുടെ സ്വന്തം സൂര്യന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.